Hey, I'm Shifana, mother of 1-year-old boy. നമ്മളൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയുടെ പകുതി ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഞാനിവിടെ 4 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി ചെറുതായി നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇത് നല്ല ചൂടുള്ള എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്ത്. നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം. നല്ലപോലെ ബ്രൗൺ കളറാണ്. ഏകദേശം ഇതേപോലെ നല്ല ബ്രൗൺ കളറായാൽ നമുക്കിത് മാറ്റി വെക്കാം. ഒരു ഡ്രൈ ആയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. മാറ്റി വെക്കുമ്പോൾ നല്ലപോലെ വെതറിയിട്ട് ലൈക്ക് ഇങ്ങനെ മാതിരി നല്ലപോലെ അവിടെ ഇടയായിട്ട് വെതറിയിട്ട് വേണം മാറ്റി വെക്കാൻ. ഇപ്പം ഏകദേശം ഏതൊരു ഐഡിയ ഇട്ടുണ്ടാവുമല്ലോ ഏത് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. യെസ്, നമ്മൾ ഹൈദരാബാദ് ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് 1 കിലോ ചിക്കനിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച് ഫ്രൈഡ് ഓണിയൻ ഉണ്ടല്ലോ, ഈ പൊരിച്ച ഉള്ളിയിലേക്ക് ഈ കുറച്ച് ബൗൾ സൈസിൽ കുറച്ച് നമ്മൾ കൈന സൈസിൽ മാറ്റി വെക്കാം. അതങ്ങനെ ചെറിയൊരു ബൗളിൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഓണിയനെ നല്ലപോലെ കൈ കൊണ്ട് ഞെരിച്ച് നല്ലപോലെ പൊടിച്ചെടുക്കാം. ആ പൊടിച്ച് ബാക്കിയുള്ളത് ചിക്കനിലേക്ക് ചേർക്കാം. ചേർത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ്. മിക്സിയിൽ 3 കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒരു 3-4 സ്പൂണ് ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും പുതിന ചപ്പും ഈ 2 ചപ്പും എൻ്റെ കയ്യിൻ്റെ ഒരു സൈസിൽ എടുത്തിട്ടുണ്ട്. ചെറിയൊരു കപ്പ് സൈസിൽ തൈര്, പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് മിക്സ് ചെയ്യാം. ഒരു മസാല ഇതിൽ മുളക്, മഞ്ഞൾ, കുരുമുളകിൻ്റെ പൊടി, മസാലപ്പൊടി ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളേതായ ടേസ്റ്റിൽ ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഞാൻ പൊരിച്ച എണ്ണേൻ്റെ കുറച്ച് നെയ്യും കൂടി ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മിനിമം ഒരു 1 ഹവറെങ്കിലും വെക്കണം. ഞാൻ ഇവിടെ ഒരു 1.5 ഹവേഴ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലാണ് മെയിൻ ഉണ്ടാകാൻ. ഞാനിവിടെ ഈ ഒരു ബ്രാൻഡിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബസ്മതി റൈസ് യൂസ് ചെയ്യാം. നല്ല ബസ്മതി റൈസ് നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു റൈസ് എനിക്ക് ഓക്കെ നല്ല രീതിയിലാണ് പോയിട്ടുള്ളത്. ബസ്മതി റൈസ് ഒരു 1 ഹവറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ പാന് നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഇവിടെ 3-4 സ്പൂണ് ഗീയും 2 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഓയിലെല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിൽ 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യത്തെ ഫസ്റ്റ് 3 മിനിറ്റ്സ് ഫുൾ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ. പിന്നെ നമുക്കത് സിമ്മിലാക്കിയിട്ട് മൂടി വെക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അരി വേവിക്കാൻ വെക്കാം. നല്ല വെള്ളം അരി നമുക്ക് ഊറ്റിയെടുക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ വെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെ സ്പൈസസ്, മല്ലിയില, ഉപ്പ്, ഓയിൽ. ഇതിൽ മല്ലിയില ഓപ്ഷണലാണ്. എനിക്കിതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നല്ലപോലെ വെള്ളം തിളക്കട്ടെ. നമുക്ക് ചിക്കൻ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായി വരുന്നുണ്ട്. നമ്മൾ വെള്ളം അതേപോലെ തിളച്ച് ഇതിൽ നമുക്ക് അരിയിടാം. തിളക്കുന്ന വെള്ളത്തിൽ അരിയിട്ട് ഏകദേശം ഒരു 50-60% മതി ഒരു വേവിൽ. ഇങ്ങനെ നമുക്കതങ്ങ് അടച്ചു വെക്കാം. അങ്ങനെ നമ്മൾ അരി ഓൾമോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. വെള്ളം ഏകദേശം വറ്റി നമ്മളെടുത്ത വെള്ളത്തിൻ്റെ കണക്കിൽ ഏകദേശം ഓക്കെ. അങ്ങനെ ഈ ഒരു പരുവത്തിലായാൽ നമുക്ക് ബാക്കിയുള്ള വെള്ളം ഒന്ന് ഊറ്റാം. അങ്ങനെ ബിരിയാണിൻ്റെ ഫൈനൽ പ്രോസസ്സിലാണ് പോകുന്നത്. ഇത് നമുക്ക് 2 ലെയറായിട്ട് സെറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ ലെയറിൽ കുറച്ച് ചോറ് അടിയിൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ ചിക്കൻ്റെ ചെറിയൊരു ഗ്രേവി ടൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഇതിൽ കുറച്ച് ഒഴിച്ച് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില, പുതിന ഇലയും പിന്നെ ആ ഫ്രൈഡ് ഓണിയൻ നേരത്തെ ബൗളിൽ മാറ്റി വെച്ച് ഫ്രൈഡ് ഓണിയൻ ഉണ്ടല്ലോ ആ ഫ്രൈഡ് ഓണിയനും കുറച്ച് ഇട്ടിട്ട് സെയിം പ്രോസസ്സ് സെക്കൻഡ് പ്രോസസ്സായിട്ട് ഇതേ സെയിം റിപ്പീറ്റായിട്ട് ചെയ്യാം. ഇങ്ങനെ ഇത് ചെയ്ത് മസാല ഇടാം. അങ്ങനെ കംപ്ലീറ്റ് മസാലയും ചിക്കനും എല്ലാം ഇട്ട് അതിൻ്റെ മേലെ റൈസും ലെയർ ചെയ്ത്
നമ്മൾ ഇവിടെ മഞ്ഞൾ ഏറ്റവും ബെറ്റർ സാഫ്രോൺ മിൽക്കാണ്. പക്ഷെ നമുക്ക് അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മഞ്ഞൾ വെള്ളം ചെറിയൊരു കളറിന് നമുക്ക് മഞ്ഞൾ വെള്ളത്തിലിട്ട് അങ്ങനെ കുറച്ച് മസാലയും ഫ്രൈഡ് ഓണിയനും ചപ്പുകളെല്ലാം ഇട്ട് നല്ല നീറ്റിൽ ദമ്മിട്ട് വെക്കാം. ഞാൻ കുറച്ച് ഹോൾസ് ഇടുന്നുണ്ട് കുറച്ച് എയർ കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 20-30 മിനിറ്റ്സ് ദമ്മിട്ട് വെക്കാം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 hourൻ്റെ അടുത്ത് തന്നെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് വോയിസ് ഓവർ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്താണോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ഇതിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.